മക്കളെ ഇങ്ങനെ തോന്നിപാട് വളർത്തിട്ട് വല്ല കാര്യമുണ്ട്. നമുക്ക് പിന്നെ എപ്പോഴും കണ്ണുനീരായിരിക്കും വലുതായി കഴിയുമ്പോൾ. ഇത് ഒരു കുഴപ്പമില്ല, ഭയങ്കര നമുക്ക് നല്ല ഉപകാരിയ. അതുപോലെ മക്കളെന്ന് പറയുമ്പോഴേ സത്യം അതെ, നല്ല നല്ല ഇതാ. ഇടയ്ക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ ഓരോ കാര്യത്തിനൊക്കെ, സിനിമയുടെ കാര്യമൊക്കെ വേണ്ടാതെ നിർത്ത്, അല്ലെ എന്തേലും അതിനെ കുറിച്ചൊക്കെ എന്തേലും പറഞ്ഞ ദേഷ്യം. വേറൊന്നും ഒരു കുഴപ്പമില്ല, വേറെ ഒന്നും കുഴപ്പമില്ല. ഈ ആന്റീനെ വഴക്കൂടാനായിട്ട് അല്ലെങ്കിൽ വഴക്കുപിടിപ്പിക്കാനൊക്കെ ആയിട്ട് പപ്പയും മോളും ഒറ്റക്കെട്ടാകാറുണ്ടെന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. സത്യമാണോ? ആന്റീനെ വഴക്ക് കൂടിപ്പിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അത് വഴക്കാണ് മൊത്തത്തിൽ. വഴക്കില്ലാതിരിക്കാനാണ് നമ്മള് രണ്ടുപേരും ഒന്ന് ഇന്നത്തെ ഒരു ദിവസം വഴക്ക് കൂടല്ലേ? ആണോ പപ്പേ? വഴക്കില്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങള് കഷ്ടപ്പെടും. അല്ല, സാധാരണ ഈ ഒറ്റ മോളൊക്കെ ആകുമ്പത്തേനും ഈ ഇപ്പൊ ആന്റി പറഞ്ഞു ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞാൻ എല്ലാം ഇങ്ങനെ, പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളിങ്ങനെ കൊഞ്ചിച്ച് അതൊക്കെ ആവശ്യത്തിന് ഇതെല്ലാം ഉണ്ട്. അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാല് ശരിക്കും അനുസരണെ തന്നെയാ വളർത്തിയത്. ഒരാളെ ഉള്ളെന്നും പറഞ്ഞ അവരുടെ ഇഷ്ടത്തിനെല്ലാം അങ്ങനെ ഓരോ അമ്മമാരും അച്ഛന്മാരും വളർത്തൂലേ, അങ്ങനെയൊന്നുമില്ല. കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുന്ന ആരാ? പപ്പയാണോ? അതിനവിടെ ഒന്നും ഇല്ല വിട്ടുവീഴ്ച ചെയ്യാൻ, മൊത്തം വിട്ടുവീഴ്ച. ജനിച്ചേ പിന്നെ വളർന്ന് വരുന്ന അത്ര ഒരു കുഞ്ഞിനോട് കണ്ണും കൊണ്ട് പോലും ഒരു ദേഷ്യം കാണിക്കില്ല. അങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ ഒന്നും ഇല്ലാത്ത ഒരു ഡാഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണിയുടെ അച്ഛനത്. ഡാഡി ഭയങ്കര സ്വീറ്റ് ആണ്. എന്ന് വെച്ചാ എനിക്ക് അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടുള്ള ഓർമ്മയൊന്നും എനിക്ക് വളരെ കുറവാണ്. ഒന്നും പറയില്ല. എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് തോന്നുന്നു, നമ്മൾ സാധാരണ ഫാമിലിന്നാ വരുന്നത്. അപ്പം ബർത്ത്ഡേ സമയത്തൊക്കെ അമ്മയ്ക്ക് അങ്ങനെ സെലിബ്രേഷൻ ഒന്നും വലിയ താല്പര്യമില്ല. അച്ഛൻ എപ്പോഴും അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ അത് ഓർഗനൈസ് ചെയ്യും, ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിക്കും, അങ്ങനെ അവിടെയുള്ള നെയ്ബേഴ്സിനെ ഒക്കെ വിളിച്ച് ഒരു ആഘോഷമാക്കാറുണ്ട് എപ്പോഴും. ചിലപ്പം അഫോർഡ് ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തില്ലാത്ത ഗിഫ്റ്റുകളൊക്കെ ചിലപ്പോ ആ ഒരു അങ്ങനെ ഡാഡി ഭയങ്കര വേറൊരു ലെവൽ. അതെ, പിന്നെ ഈ ക്രിസ്മസ് അലങ്കരിക്കാൻ ഡാഡി എപ്പോഴും ഓടിയത് പപ്പയും മോളാണ് ഓടിയത് അല്ലേ? അപ്പം ഡാഡി ഇത് മൊത്തം മോള് കറക്റ്റ് ചെയ്തതാ കേട്ടോ. പറഞ്ഞു ചേച്ചി എല്ലാം അറേഞ്ച് ചെയ്ത് കണ്ടതേ ഉള്ളൂ. ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കൊരു കൂട്ട് വേണം, അല്ലെ ഒരു അനിയത്തി ഒരു അനിയൻ, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ചെറുപ്പത്തില് എനിക്ക് എന്റെ അടുത്ത് ഇങ്ങനെ ടീച്ചേഴ്സോ അല്ലെ സ്കൂളിൽ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഒരാളെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്പേസ് പോവല്ലോ, സ്നേഹം ഡൈവേർട്ടായി പോവല്ലോ. എനിക്കെല്ലാം ഒരുമിച്ച് ഒക്കെ. ആന്റിക്ക് വേറെ ഒരാളെയും കൂടെ വേണമെന്ന് വല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു? ഒരാളെ എനിക്ക് അനുസരണ പഠിപ്പിച്ച് വളർത്തണമെന്നായിരുന്നു ആഗ്രഹം. അല്ല, എല്ലാവരും നമ്മളിപ്പോ ഒരു സമൂഹത്തിൽ എവിടെയെങ്കിലും പോകുമ്പോ അവരൊക്കെ പറയും കണി നല്ല ഇതാ, അമ്മ അതിന്റെ ക്രെഡിറ്റ് ചുമ്മാ വെറുതെ ഇങ്ങനെ എന്നോട് ഓരോരുത്തർ വന്ന് പറയും, ഒന്നും അറിയാത്ത ആളുകൾ. നമുക്ക് ക്രെഡിറ്റ് കിട്ടാനല്ല, പക്ഷെ എല്ലാം നമ്മളെ വാച്ച് ചെയ്യുമ്പോഴേ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള പെരുമാറ്റമാണല്ലോ. എനിക്ക് തോന്നുന്നു ആന്റിയും മംഗളും വളർത്തിയതിന്റെ ആ ഒരു ഗുണം കൊണ്ടാന്ന് തോന്നുന്നു. അവിടത്തെ തൊടുപുഴത്തെ വീട്ടിൽ ആര് വന്നാലും ഇച്ചിരി ചെറിയ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വിളിച്ചു വരുത്തുകയും അങ്ങനെ സൽക്കരിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് ആന്റിക്ക് അത് ഭയങ്കര സന്തോഷമാണോ ഇങ്ങനെ മോളെ അറിഞ്ഞ് ഇങ്ങനെ വരുന്നത്? നല്ല പെരുമാറ്റമല്ലേ, അതൊക്കെ അല്ലേ വേണ്ടത്. അതെ അതെ, അല്ല നമുക്ക് ഡെഫിനറ്റ്ലി അത് നമ്മുടെ കോട്ടയം അങ്ങോട്ടൊക്കെ പെരുമാറ്റം വേണല്ലോ. നമ്മുടെ വീട്ടിലാരെങ്കിലും വരുമ്പോഴേ നല്ലൊരു സ്നേഹം, അവിടെയുള്ള ആളുകളെല്ലാം ഭയങ്കര സ്നേഹക്കാരാണ്. നാട്ടിൻപുറത്തിന് പ്രത്യേകത ഉണ്ടല്ലോ സിറ്റിയിലേക്കാളും.